ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. വൈൽഡ് കാർഡുകൾക്കൊരു വമ്പൻ പണിയാണ് നമ്മുടെ ബോസമ്മൻ കൊടുത്തിരിക്കുന്നത്. തുടർക്കഥ എന്നാണ് ടാസ്കിന്റെ പേര്. സ്വന്തം ലൈഫ് സ്റ്റോറി പറയാനായിട്ടുള്ള ഒരു അവസരം വൈൽഡ് കാർഡുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് മറ്റേ ഒരിടത്തൊരു എന്നുള്ള ടാസ്കിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും അല്ല, ഇത് കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു ടാസ്ക് ആണ്. അപ്പോൾ ഓരോ ദിവസവും 10 മിനിറ്റുകൾ മാത്രമായിരിക്കും 5 പേർക്കും കൂടിയായിട്ട് ലഭിക്കുക. ഈക്വൽ ആയിട്ടുള്ള സമയം 5 പേർക്ക് ലഭിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അവിടെയാണ് ഈ ടാസ്കിന്റെ ഒരു ക്യാച്ച് കിടക്കുന്നത്. ആകെ കൂടെ 30 മിനിറ്റ് മാത്രമാണ് 5 പേർക്കും കൂടിയായിട്ട് ബിഗ് ബോസ് ഈ ലൈഫ് സ്റ്റോറി പറയാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരാഴ്ച 30 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 5 പേർക്കും. ഇത് എങ്ങനെ പോസിബിൾ ആവും എന്നൊന്നും അറിയില്ല. വമ്പൻ അടിയിലേ ഇത് അവസാനിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, തുടർന്നുള്ള സ്റ്റോറി ആയിരിക്കണം ഓരോരുത്തരും നാളെ പറയേണ്ടത്. അത് 3 ദിവസമായിട്ട് പറയാമല്ലോ. അപ്പൊ അത് മാത്രമല്ല, ഈ ടാസ്കിൽ വിജയിക്കുന്ന ഒരാൾക്ക്, അതായത് മറ്റ് ഹൗസ് മേറ്റ്സ് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടും. നന്നായിട്ട് പറയുന്ന ലൈഫ് സ്റ്റോറി പറയുന്ന ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടും. ആ ജയിക്കുന്ന ആൾ ഒഴികെ 4 പേരും അടുത്ത നോമിനേഷനിൽ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കും. ഇതെന്ത് വിചിത്രമായ ആചാരങ്ങളാണ് ഈ സീസണിൽ നടക്കുന്നത് എന്നൊന്നും അറിയില്ല. ലൈഫ് സ്റ്റോറി വെച്ചിട്ട് ടാസ്ക് ഒക്കെ, അതും ഡയറക്റ്റ് നോമിനേഷൻ ലെവലിലുള്ള ടാസ്ക്, അപാരം തന്നെ, അപാര ബുദ്ധി തന്നെ. കണ്ടു തന്നെ അറിയാം ഇത് എങ്ങനെ അവസാനിക്കുമെന്നുള്ളത്. ഇപ്പോൾ ലൈവിൽ ഇത് ജസ്റ്റ് തുടങ്ങാൻ പോവാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും